ഹായ് ഫ്രണ്ട്സ്, എസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് പാറ്റേൺ കാണുമ്പോൾ ഇച്ചിരി ടഫായിട്ട് തോന്നുമെങ്കിലും ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന നെക്കിൻ്റെ മോഡൽ കണ്ടല്ലോ, ഈ ഒരു ഷേപ്പ് നെക്കാണ് നമ്മൾ വരച്ചെടുത്തേക്കുന്നത് കേട്ടോ. കുറച്ച് ലീവ്സ്, സ്റ്റെംസ്, ഫ്ലവേഴ്സൊക്കെ വരുന്ന നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ നമ്മളിതിൽ സ്റ്റെംസ് ചെയ്യാനായിട്ട് കട്ട് ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ലീഫ് ചെയ്യാനായിട്ട് ഷുഗർ ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് 2 ബീഡ്സ് സീക്വൻസ് ഒക്കെ ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 5 ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിലായിട്ട് നമ്മളൊരു ഫ്ലവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ഫ്ലവർ ചെയ്യുന്നത്. 2 ലെയറിലായിട്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് 2 ബീഡ്സും സീക്വൻസും വെച്ച് ഈ ഒരു പോർഷനിൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഈ വരുന്ന നമ്മൾ ഈ ലൈൻ വരച്ചിരിക്കുന്ന ഭാഗത്ത് സ്റ്റെംസ് ആണ്. ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് പോരേണ്ട സ്ഥലമാണ് കേട്ടോ. ലീവ്സ് ഫുള്ള് നമ്മൾ കൊടുക്കുന്നത് ഷുഗർ ബീഡാണ്. അപ്പോൾ ഇതാണ് പാറ്റേൺ വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കണം കേട്ടോ. സിമ്പിളായിട്ട് ഡിസൈനാണ്, പക്ഷേ നമുക്ക് പാറ്റേൺ കാണുമ്പോൾ ഇച്ചിരി ടഫായിട്ട് തോന്നും. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസാണ് ആവശ്യമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസാണ് ഇതിന് ആവശ്യമെന്ന് നോക്കാവേ. കുറച്ചധികം മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, ആൻറ്റിക്കിൻ്റെ തന്നെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, നോർമൽ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ഗോൾഡൻ കളർ സീക്വൻസ് വേണം. ആൻറ്റിക്കിൻ്റെ തന്നെയാണ് കേട്ടോ 2 ബീഡ്സ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യം. പിന്നെ നമുക്ക് വേണ്ട നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. മെറ്റീരിയലിൻ്റെ സെയിം കളർ സ്വിങ് ത്രെഡ്. ഇത്രയും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഈ ലൈനിലൂടെ തന്നെ ഗോൾഡൻ ബീഡ് വെച്ച് പോരാം. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ഷുഗർ ബീഡും വെച്ച് പോരാം കേട്ടോ. വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമേ. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ ഗോൾഡൻ ബീഡ് കറക്റ്റായിട്ട് തന്നെ ആ ലൈനിലൂടെ തന്നെ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിലും ഷുഗർ ബീഡ് വെച്ച് ചെയ്യാം കേട്ടോ. ഷുഗർ ബീഡ് 4 5 ഷുഗർ ബീഡ് വീതം ചെയ്ത് പോരാവേ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇതിൻ്റെ താഴത്ത് ഞാനിതുപോലെ ഷുഗർ ബീഡ് വെച്ച് എടുത്തിട്ടുണ്ട്. താഴെ മാത്രമല്ല കേട്ടോ, മേളിലും ഇതുപോലെ തന്നെയാണ് ഷുഗർ ബീഡ് വെച്ച് എടുക്കേണ്ടത്. ഞാനിപ്പോൾ താഴെ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഏരിയയിലൊക്കെ ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സെയിം വർക്ക് തന്നെയാണ് നമുക്ക് ഈ സെൻറ്റർ പോർഷനിൽ ചെയ്യേണ്ടത് കേട്ടോ. അതായത് ഞാൻ ഡീറ്റെയിലും പറഞ്ഞു തരാവേ. സെൻറ്ററിൽ ഒരു ഗോൾഡൻ ബീഡ് വെക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 6 ഗോൾഡൻ ബീഡ് വെക്കുന്നുണ്ട്. അതിന് ലോക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 12 ഗോൾഡൻ ബീഡ് വെച്ച് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ചെറിയ ലൈൻസ് കൊടുത്തേക്കുന്ന ഭാഗത്ത് നമുക്ക് ഇതിവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടോ, 2 ബീഡ്സും സീക്വൻസും വെച്ച് ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സിംഗിൾ കണ്ടോ 3 ഫ്ലവേഴ്സ് വീതം ചെയ്തിട്ടുണ്ട്. സ്റ്റെംസ് ഇല്ല, ലീഫ് മാത്രമാണ്. പിന്നെ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റെംസും ലീവ്സും ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ സെയിം വർക്ക് തന്നെയാണ് നമ്മളിവിടെ ഈ ഒരു മോഡലിൽ ചെയ്തേക്കുന്നതേ ഉള്ളേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഫ്ലവർ ചെയ്യുന്നതെന്ന് നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്, ഇവിടെ നമുക്ക് സ്റ്റെമ്മ് കട്ട് ബീഡ് കൊടുത്ത് എടുക്കാവേ. ബാക്ക് സ്റ്റിച്ച് കൊടുത്താണ് എടുക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ബാക്കിലോട്ട് ഓരോ കട്ട് ബീഡ് ചെയ്ത് പോരുവാണ് ചെയ്യുന്നത്. വരച്ചിരിക്കുന്ന അതേ ലൈനിലൂടെ തന്നെയാണ് നമ്മൾ കട്ട് ബീഡ് വെച്ച് പോരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റെംസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു പോർഷനിൽ ഞാൻ സ്റ്റെമ്മ് ചെയ്തിട്ടുണ്ട്, അവിടെ കുറച്ച് ലീവ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെമ്മിന് ചുറ്റും കുറച്ച് ലീവ്സ് ചെയ്തിട്ടുണ്ട്, അവിടെ നമുക്ക് ചെയ്ത് പോരാവേ. ഞാൻ ലീഫ് ചെയ്യാനായിട്ട് 5 or 6 ഷുഗർ ബീഡ് വീതവും ചെയ്ത് പോരുന്നത് കേട്ടോ. 2 ലൈനിലായിട്ടാണ് നമ്മൾ ലീഫ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കട്ട് ബീഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ 3 പെറ്റലുമായിട്ടാണ് ലീഫ് ചെയ്യുന്നത്. ഇതിപ്പോൾ 2 പെറ്റലേ ചെയ്യുന്നുള്ളൂ. 5 or 6 ഷുഗർ ബീഡ് അത്ര മതി കേട്ടോ. ഞാനിവിടെ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമേ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഞാനിതുപോലെ ഇത്രയും ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെമ്മിന് ചുറ്റുമുള്ള ലീഫ് മാത്രമല്ല, നമ്മുടെ ഈ ഫ്ലവേഴ്സിന് ചുറ്റും 3 ലീഫായിട്ട്, സ്റ്റെം ഇല്ലാതെ 3 ലീഫായിട്ട് ഒന്നിച്ച് ചെയ്തിട്ടുമുണ്ട് കേട്ടോ. പിന്നെ ഈ വരുന്ന പോർഷൻസൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഡോട്ട് കൊടുത്തേക്കുന്ന പോർഷൻ, ഇതുപോലെ നമുക്ക് ഗോൾഡൻ കളർ ബീഡ്സ് വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ സ്റ്റെമ്മ് ഫുള്ളും ലീഫ് വെച്ച് വരുമ്പോൾ ദാ ഇതുപോലെ വരും കേട്ടോ. നമ്മൾ മേളിൽ ചെയ്തിരിക്കുന്നില്ലേ, സ്റ്റെമ്മ് ഫുള്ളും ലീഫ് വരുമ്പോൾ ദാ ഇതുപോലെയാണ് വരുന്നത്. പിന്നെ ഈ പോർഷനിലൊക്കെ, ഈ ബ്ലാങ്കായിട്ട് കിടക്കുന്ന പോർഷനിലൊക്കെ നമുക്ക് ഇതുപോലെ ഗോൾഡൻ കളർ ബീഡ്സ് വെച്ച് കൊടുക്കേണ്ട ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഫുൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, പാറ്റേൺ കാണുമ്പോൾ നമുക്ക് ടഫായിട്ട് തോന്നിയാലും വർക്ക് ചെയ്യാനായിട്ട് നല്ല ഈസിയാണ്. എല്ലാവരും ഈ വർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓടുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ജോർജറ്റ് ആണ് കേട്ടോ, മെറൂൺ കളറാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തേക്കണം, SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.